കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച CJP സമരം ഇപ്പോൾ വലിയ പ്രത്യാഘാതത്തിലേക്ക് നീങ്ങുകയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. കേന്ദ്ര BJP സർക്കാരിനെ വീണ്ടും ഇതാ ഉലച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് ശേഷം അടുത്ത ഒരു പ്രമുഖ മന്ത്രിയും രാജിവെക്കാൻ പോകുകയാണ് എന്നുള്ള വാർത്തകൾ വരുന്നു. കേന്ദ്രമന്ത്രിസഭയിലെ വികസന നായകനായി BJP എപ്പോഴും ഉയർത്തിക്കാട്ടാറുള്ള നിതിൻ ഗഡ്കരിക്ക് ഒരുപക്ഷെ രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് രഹസ്യാന്വേഷണ റിപ്പോർട്ട് വരികയാണ്. കേന്ദ്രഭരണത്തിൻ്റെ ഉള്ളറകളിൽ അത്രമേൽ ജീർണതയും ഭിന്നതകളുമാണ് പുകഞ്ഞു കാണുന്നത് എന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാം, RSSൻ്റെ പൊന്നോമനയായ നിതിൻ ഗഡ്കരി എന്ന കേന്ദ്ര ഗതാഗത മന്ത്രി ഒരുപക്ഷെ രാജിവെക്കേണ്ടി വന്നാൽ അത് RSSനും വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദി താഴെ ഇറങ്ങിയാൽ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സംഘപരിവാർ ഉയർത്തിക്കാട്ടുന്നതും ഈ നാഗ്പൂർ MP ആയ നിതിൻ ഗഡ്കരിയെ തന്നെയാണ് എന്ന സൂചനയുണ്ടായിരുന്നു. അതിനാണിപ്പോൾ വലിയ വിഘാതം വരാനിടയാകുന്നത്. സ്വന്തം സർക്കാർ നടപ്പിലാക്കിയ കോടികളുടെ എഥനോൾ നയത്തിൽ നിന്നും അതിന് പിന്നിലെ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വഴിയില്ലാതെ ഒടുവിൽ രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നൊരു കാഴ്ചയ്ക്കാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയും AI ഡീപ്ഫേക്കുകളുടെയും തനിക്കെതിരെ ദുഷ്പ്രചരണം നടക്കുന്നുവെന്ന് കാണിച്ച് നിതിൻ ഗഡ്കരി ഇപ്പോൾ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പക്ഷേ അതെല്ലാം കേസിലൊതുങ്ങുമ്പോഴും നിതിൻ ഗഡ്കരിക്കെതിരെ ഉയരുന്ന പല കാര്യങ്ങളും വസ്തുതയുണ്ട് എന്നുള്ളത് ജനങ്ങൾ ഉറപ്പിക്കുകയാണ്. ഗൂഗിൾ, X, മെറ്റ തുടങ്ങിയ ഡിജിറ്റൽ ഭീമന്മാർക്കെതിരെ സിവിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനാണ് മന്ത്രി കോടതിയുടെ അനുമതി തേടിയത്. എന്നാൽ ഇവിടുത്തെ യഥാർത്ഥ രാഷ്ട്രീയം അതല്ല. കേന്ദ്ര സർക്കാരിൻ്റെ E20 നയത്തിൻ്റെ മറവിൽ നിതിൻ ഗഡ്കരിയും കുടുംബവും കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ലാഭമുണ്ടാക്കി എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു നീക്കമാണ് ഈ കേസുകൾ എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ ഗതാഗത സംവിധാനങ്ങൾ, മാറ്റം വരുത്തിയ ഗതാഗത പരിഷ്കാരങ്ങൾ, ഇതിനൊക്കെ നിതിൻ ഗഡ്കരിയുടെ ഭാഗത്തും വലിയ അഴിമതി നടന്നു എന്നുള്ള സൂചനകളും പലരും പുറത്തുവിടുന്നുണ്ട്. ഉയർന്നു വന്ന ആരോപണങ്ങൾ കനക്കുമ്പോൾ ഇനി കസേരയിൽ തുടരാൻ ഗഡ്കരിക്ക് ധാർമ്മികമായി അവകാശമില്ല എന്നുള്ളതായിരിക്കും അടുത്ത സമരത്തിൻ്റെ കാരണം. രാജി അനിവാര്യമാണ് എന്ന് രാജ്യം പറഞ്ഞു തുടങ്ങി. എന്താണ് E20 നയം എന്ന് ചോദിച്ചാൽ, പെട്രോളിൽ 20% എത്തനോൾ കൂട്ടിക്കലർത്തി വിൽപ്പന നടത്തുന്ന കേന്ദ്ര പദ്ധതിയാണിത്. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും ഇന്ധന ലാഭത്തിൻ്റെയും പെരുമ്പറ കൊട്ടി നടപ്പിലാക്കിയ ഈ പദ്ധതി യഥാർത്ഥത്തിൽ വൻകിട കോർപ്പറേറ്റുകൾക്കും കാർഷിക വ്യവസായ പ്രമുഖർക്കും അനധികൃതമായി ശതകോടികൾ കൊയ്യാനുള്ള കളമൊരുക്കലായിരുന്നു എന്ന വിമർശനം ഇതിനകം തന്നെ ഈ രാജ്യത്ത് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് BJP സർക്കാരിൻ്റെ പരസ്യമായ ഇരട്ടത്താപ്പും നയപരമായ ഒരു പാപ്പരത്വവും പുറത്തു വരുന്നത്. എത്തനോൾ ബ്ലെൻഡിംഗ് നയം കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ്. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ളവർ ഭരിച്ചൊരു വകുപ്പ് കൂടിയാണിത്. എന്നാൽ റോഡ് ഗതാഗത മന്ത്രിയായ തനിക്ക് ഈ നയത്തിലോ ഇതിൻ്റെ ലാഭത്തിലോ യാതൊരു പങ്കുമില്ലെന്ന് പറഞ്ഞ് സ്വന്തം സർക്കാരിൻ്റെ തന്നെ പ്രഖ്യാപിത നയത്തെ തള്ളിപ്പറഞ്ഞ് കൈ കഴുകാനാണ് നിതിൻ ഗഡ്കരി എന്ന മന്ത്രി നോക്കുന്നത്. എന്നാൽ സ്വന്തം സർക്കാരിൻ്റെ അഴിമതിയിൽ നിന്നും നയപരാജയത്തിൽ നിന്നും ഒളിച്ചോടാൻ അദ്ദേഹത്തിന് ഒരിക്കലും കഴിയില്ല. രാജിവെക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്നർത്ഥം. ഡിജിറ്റൽ ഇന്ത്യയെന്നും AI വിപ്ലവമെന്നും തള്ളിമറിച്ചവർ തന്നെ ഇന്ന് അതേ സാങ്കേതിക വിദ്യയിലൂടെ സ്വന്തം മുഖമൂടികൾ അഴിഞ്ഞു വീഴുമ്പോൾ പകച്ചു നിൽക്കുവാൻ മാത്രമേ അവർക്ക് കഴിയുകയുള്ളൂ. ധർമ്മേന്ദ്ര പ്രധാന് ശേഷം ഗഡ്കരിയെ കേന്ദ്രീകരിച്ചുയരുന്ന ഈ കടുത്ത വെല്ലുവിളികളും അതുപോലെ സമരങ്ങളും BJPക്കുള്ളിലെ രൂക്ഷമായ അധികാരവടംവലിയുടെയും ഉൾപോരുകളുടെയും പരസ്യമായ ഒരു തെളിവ് കൂടിയാണ്. വികസനത്തിൻ്റെ തിളങ്ങുന്ന പരസ്യങ്ങൾക്ക് പിന്നിൽ വൻകിട സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കോടതികളെ കൂട്ടുപിടിച്ച് ജനശ്രദ്ധ തിരിക്കാൻ നോക്കുകയും ചെയ്യുന്ന BJPയുടെ തന്ത്രം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് ഇനി ഫലം കാണില്ല എന്ന് BJP നേതൃത്വത്തിന് തന്നെ ഉറപ്പായിരിക്കുന്നു. മന്ത്രിമാർക്ക് പോലും പരസ്പരം വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കേന്ദ്രഭരണം എത്തി നിൽക്കുമ്പോൾ ഗഡ്കരിയുടെ രാജി അനിവാര്യമായി കഴിഞ്ഞു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത്. ഗഡ്കരിയുടെ രാജി കാര്യമായതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ താല്പര്യമുണ്ടാകുമെന്നുള്ളതും ചിലർ പറയുന്നു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി പോസ്റ്റർ വെക്കാതെ സ്വന്തം നിലയിൽ ജയിച്ചു വന്ന ഒരുപക്ഷെ കേന്ദ്രമന്ത്രിസഭയിൽ മോദിയേക്കാൾ സ്വീകാര്യനായിരുന്ന ആളാണ് നിതിൻ ഗഡ്കരി എന്നുള്ളതുകൊണ്ട് അത്ര വലിയ ബലം പിടുത്തമോ ഫ്രണ്ട്സ് എന്ന വീഡിയോകളോ ഒന്നും ഇക്കാര്യത്തിൽ വരാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്.
സ്വന്തം സർക്കാരിൻ്റെ അഴിമതി നിറഞ്ഞ നയങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ ന്യായീകരിക്കാൻ കഴിയാതെ ആരോപണങ്ങളിൽ നിന്ന് ഓടിയൊളിക്കാൻ നോക്കുന്ന നിതിൻ ഗഡ്കരിക്ക് ഇനി രാജിവെച്ച് പുറത്തു പോകുക മാത്രമാണ് ഏക വഴി എന്നുള്ളത് തന്നെ സമരക്കാർ പറഞ്ഞു കഴിഞ്ഞു.